മഹാഭാരതത്തിലെ യക്ഷപ്രശ്നം എന്ന് പറഞ്ഞ ഒരു കഥാഭാഗം ഭൂരിഭാഗം ആൾക്കാരും കേട്ടിട്ടുള്ളതാണ്. ഒരിക്കല് ഒരു ബ്രാഹ്മണന്റെ അരണിക്കോല് ഒരു മാനിന്റെ കൊമ്പിൽ കുടുങ്ങി ആ മാന് ഈ അരണിക്കോലുമായി വനത്തിനുള്ളിലേക്ക് ഓടിമറയുന്നു. ഈ മാനിനെ തിരഞ്ഞ് ആദ്യം നകുലൻ പോകുന്നു. കുറെ ദൂരം സഞ്ചരിച്ച് ദാഹിച്ചു കഴിയുമ്പോൾ നകുലൻ ഒരു തടാകത്തിന്റെ കരയിലെത്തുകയും തടാകത്തിൽ നിന്ന് വെള്ളം കോരി കുടിക്കാൻ പോകുമ്പോൾ ഒരു അശരീരി കേൾക്കുകയും എന്റെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞിട്ട് വെള്ളം കുടിക്കുക എന്നുള്ളതായിരുന്നു അശരീരി. നകുലൻ ഇത് കേൾക്കാതെ വെള്ളം കുടിക്കുകയും അവിടെ തന്നെ മരിച്ചു വീഴുകയും ചെയ്തു. ഇതുപോലെ തന്നെ സഹദേവനും ഭീമനും അർജുനനുമൊക്കെ വരികയും അവരും ഈ അശരീരിയെ അനുസരിക്കാതെ വെള്ളം കുടിക്കുകയും ആ തടാകക്കരയിൽ മരിച്ചു വീഴുകയും ചെയ്തു. ഒടുവിലാണ് യുധിഷ്ഠിരൻ വരുന്നത്. യുധിഷ്ഠിരൻ വന്ന് വെള്ളം കുടിക്കാൻ ഒരുങ്ങുമ്പോൾ ഇതുപോലെ അശരീരി കേൾക്കുന്നു. അദ്ദേഹം ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ തയ്യാറാകുന്നു. ഭൂമിയേക്കാൾ ഭാരം ഏറിയതെന്ത് എന്ന ചോദ്യത്തിന് അമ്മയാണെന്നും ആകാശത്തേക്കാൾ ഉയർന്നതെന്ത് എന്നുള്ള ചോദ്യത്തിന് അച്ഛനാണെന്നുമൊക്കെയുള്ള ഉത്തരങ്ങൾ പറഞ്ഞ് ഈ അശരീരിയുടെ എല്ലാ ചോദ്യങ്ങളെയും യുധിഷ്ഠിരൻ ശരി ഉത്തരങ്ങൾ കൊണ്ട് നേരിടുന്നു. അപ്പോ ഒരു യക്ഷൻ പ്രത്യക്ഷപ്പെട്ട് അദ്ദേഹം യുധിഷ്ഠിരനോട് അവസാനമായി ഒരു ചോദ്യം ചോദിക്കുന്നു. നിന്റെ സഹോദരന്മാരിൽ ഒരാളെ ഞാൻ ജീവിപ്പിക്കാം, അതിലാരെയാണ് നിനക്ക് വേണ്ടത് എന്ന് ചോദിക്കുന്നു. യുധിഷ്ഠിരൻ മറ്റൊന്നും ആലോചിക്കാതെ തന്നെ നകുലനെ ജീവിപ്പിക്കണം എന്ന് പറയും. അപ്പോ ഈ യക്ഷൻ യുധിഷ്ഠിരനോട് എന്തുകൊണ്ടാണ് നീ നകുലനെ ജീവിപ്പിക്കാൻ പറഞ്ഞത്, ശക്തരായ ഭീമനെയോ അർജുനനെയോ ചോദിക്കാത്തത് എന്താണ് എന്ന് ചോദിക്കുന്നു. അപ്പോൾ യുധിഷ്ഠിരൻ പറയുന്നു, ഞാൻ കുന്തിയുടെ മകനാണ്. മാദ്രിയുടെ മക്കളിൽ ഒരാളായ നകുലൻ ജീവിച്ചിരുന്നാൽ രണ്ടുപേർക്കും ഓരോ മക്കളെങ്കിലും ബാക്കിയുണ്ടാകും എന്നാണ് യുധിഷ്ഠിരൻ മറുപടി പറഞ്ഞത്. അപ്പോൾ തന്നെ യക്ഷൻ രൂപം മാറി ധർമ്മരാജാവിന്റെ രൂപത്തിൽ, അതായത് യുധിഷ്ഠിരന്റെ പിതാവിന്റെ രൂപത്തിലേക്ക് വരികയും ബാക്കിയുള്ള എല്ലാ പാണ്ഡവരെയും ജീവിപ്പിച്ച് നൽകുകയും ചെയ്തു എന്നാണ് മഹാഭാരതത്തിലെ ഈ കഥയിൽ പറയുന്നത്.